എൻ്റെ സ്വന്തം നാടായ എടത്തുവയിലെ എടത്വ പള്ളിയിലെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ചരിത്രങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആയിരത്തി 1810 എടത്വ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ഈ പള്ളിയുടെ വാസ്തുശില്പ ശൈലി വളരെ മനോഹരമാണ്. മധ്യകാല യൂറോപ്യൻ ദേവാലയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ നിർമ്മാണം. എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് വിശുദ്ധ ഗീവറീസയുടെ പെരുന്നാൾ എടത്വ പള്ളിയിൽ കൊണ്ടാടുന്നത്. മെയ് 3 ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്ന തിരുസ്വരൂപം മെയ് 14 വരെ പൊതുവണക്കത്തിനായി ദേവാലയ കവാടത്തിലുണ്ടാകും. മെയ് 7 പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിന് ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ്. മെയ് 14 പട്ടണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശടി വരെയുള്ള പ്രദക്ഷിണത്തോടെ തിരുനാൾ സമാപിക്കുന്നു. എടത്വ പള്ളി വെടിക്കെട്ട് പ്രസിദ്ധമാണ്. 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എടത്വ പള്ളിയുടെ കീഴിലുള്ളത്. സെന്റ് അലോഷ്യസ് കോളേജ്, സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് അലോഷ്യസ് ബോയ്സ് ഹൈസ്കൂൾ, സെന്റ് അലോഷ്യസ് ലോവർ പ്രൈമറി സ്കൂൾ, സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് മേരീസ് ലോവർ പ്രൈമറി ഹൈസ്കൂൾ, ജോർജിയൻ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ, പയസ് 10th ട്രെയിനിങ് സെന്റർ. എടത്തുവയിലും കുട്ടനാടിന്റെ ഇതര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന തോമാസ് ലീഹയാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന നെർണം പള്ളിയിലായിരുന്നു. ക്രി.പി. 417 ചമ്പക്കുളത്ത് ഒരു പള്ളി സ്ഥാപിതമായതോടെ ഇവരുടെ ആശ്രയം ആ പള്ളിയിലായിരുന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ആലപ്പുഴയിലും അർത്തുങ്കലിലും തുമ്പോളി, പുറക്കോട്, പുടുങ്ങുന്നിലും പള്ളികൾ സ്ഥാപിതമായതോടെ താങ്കൾക്കും സ്വന്തമായി ഒരു ദേവാലയം വേണമെന്നുള്ള എടത്വ നിവാസികളുടെ ആഗ്രഹം ശക്തമായി. അന്ന് എടത്വ പ്രദേശം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നതിനാൽ വിശ്വാസികൾ വരാപ്പുഴ മെത്രാനായിരുന്ന റെയ്മണ്ട് തിരുമേനിയെ സന്ദർശിച്ചു താങ്കളുടെ ആവശ്യം അറിയിച്ചു. വരാപ്പുഴ മെത്രാനിൽ നിന്നും കാനോനിക അനുമതി ലഭിച്ചതിന് പ്രകാരം 1810 സെപ്റ്റംബർ 29 എടത്വയിലെ കോയിൽമുക്ക് എന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി സ്ഥാപിക്കപ്പെട്ടു. 1839 ശിലാസ്ഥാപനം നടത്തിയ വിശുദ്ധ ഗീവറീസയുടെ നാമത്തിൽ പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ വിശുദ്ധന്റെ ഒരു രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. ഒടുവിൽ ഇടപ്പള്ളി പള്ളിയിൽ തട്ടിൻപുറത്ത് സൂക്ഷിച്ചിരുന്ന തിരുസ്വരൂപങ്ങളിലൊന്ന് എടത്വയിലെത്തിച്ച് ആഘോഷപൂർവ്വം സ്ഥാപിച്ചു.